മീഡിയ അവറിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപ് ഭരണകൂടം രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ചലച്ചിത്ര പ്രവർത്തക ആയിഷ സുൽത്താനയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം. ഞായറാഴ്ച കവരത്തി പോലീസ് സ്റ്റേഷനിൽ ആയിഷ ഹാജരാകണം. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയുടെ ബോണ്ടിൽ ജാമ്യം നൽകണമെന്നും കീഴ്ക്കോടതിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അതേസമയം മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി വിധി പറയാൻ മാറ്റിവെച്ചു. രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കോടതി, അറസ്റ്റുണ്ടായാൽ ഇടക്കാല ജാമ്യം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഐഷ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ഈ മാസം 20 ഐഷ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ലോക്ഡൌൺ ആണെങ്കിലും ലക്ഷദ്വീപിലേക്ക് പോകാൻ അനുമതി നൽകുമെന്നും കോടതിയിൽ കേന്ദ്രം അറിയിച്ചു. ഒരാഴ്ചയാണ് ഇടക്കാല ഉത്തരവിന്റെ കാലാവധി. ഈ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ബോണ്ടിൽ കീഴ്ക്കോടതി ജാമ്യം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. ചാനൽ ചർച്ചയിൽ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്താണ് രാജ്യദ്രോഹ കേസ് എടുത്തതെന്ന് അറസ്റ്റിന് സാധ്യതയുണ്ടെന്നുമാണ് ഐഷ ഹർജിയിൽ വ്യക്തമാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഐഷയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് ലക്ഷദ്വീപ് പോലീസ് കോടതിയിലെ അറിയിച്ചത്. ബയോവെപ്പൻ എന്ന വാക്ക് അത്ര വലിയ പ്രശ്നമാണെന്ന് അറിയില്ലെന്നായിരുന്നു ഐഷ സുൽത്താന കോടതിയെ അറിയിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ്, എന്നാൽ കസ്റ്റഡിയിലെടുക്കേണ്ട ആവശ്യമില്ല, ആരെയും സ്വാധീനിക്കാൻ ശ്രമിക്കില്ല, വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. രാജ്യദ്രോഹ കേസിൽ സുപ്രീം കോടതിയുടെ സമീപകാല ഇടപാടുകൾ കണക്കിലെടുക്കണം. പരാമർശം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്നും ഐഷ സുൽത്താന കോടതിയിൽ പറഞ്ഞു. മുൻകൂർ ജാമ്യത്തെ കേന്ദ്ര സർക്കാർ എതിർത്തു. ചാനലിൽ ഐഷ നടത്തിയത് വിമർശനമല്ല, ഇന്ത്യയും ചൈനയുമായി താരതമ്യം ചെയ്തു. കേന്ദ്രം ദ്വീപിൽ ബയോവെപ്പൻ ഉപയോഗിച്ചുവെന്ന് ആവർത്തിച്ചു പറഞ്ഞു. ലക്ഷദ്വീപിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് പോലും വിഘടന ചിന്തകൾ ഉണ്ടാവുന്ന പരാമർശമാണ് ഐഷ നടത്തിയത്. ഐഷ സുൽത്താനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നുവെന്നും കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മാത്രമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അറസ്റ്റ് വേണോ എന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും കേന്ദ്രം കോടതിയിൽ അറിയിച്ചു. പോലീസിന് മറ്റു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 10 ദിവസത്തെ സമയം നൽകി നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തത്. ജാമ്യ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും എത്തിയിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. എന്നാൽ അഭിഭാഷകന്റെ വാദങ്ങൾ കേൾക്കാമെന്ന് കോടതി അറിയിച്ചു. ഐഷ സുൽത്താനയ്ക്കെതിരെ രാജ്യദ്രോഹം കുറ്റം നിലനിൽക്കുമെന്നും ദ്വീപ് ഭരണകൂടം വാദിച്ചു. പരാമർശത്തിന്റെ പേരിൽ അക്രമമുണ്ടായില്ലെങ്കിൽ കുറ്റം നിലനിൽക്കുമെന്നും ദ്വീപ് ഭരണകൂടം വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ഐഷ സുൽത്താന ചോദ്യം ചെയ്യലിന് ഹാജരാകും. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി. വിഷയത്തിൽ നമ്മോടൊപ്പം ഐഷ സുൽത്താന, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് അക്ബർ കരീം, അഡ്വക്കേറ്റ് ഫസീല, അൽതാഫ്, BJP നേതാവ് ഗണേശ് എന്നിവരാണ് വിവിധയിടങ്ങളിൽ നിന്നും. ആദ്യം ഐഷ, ഇന്നത്തെ കോടതിയുടെ ഇടപെടലിൽ തൃപ്തയാണോ? ഞാൻ തൃപ്തയാണ്. കാരണം ഇതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സത്യാവസ്ഥ എനിക്ക് തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലക്ഷദ്വീപിലേക്ക് ഞാൻ എന്തായാലും പോവാണ്. മറ്റന്നാൾ ഞാൻ പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് അവരെ ബോധിപ്പിക്കേണ്ട എൻ്റെതായിട്ടുള്ള ഒരു സത്യമുണ്ട്. അത് ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ ഹാജരായി ഞാൻ ബോധിപ്പിക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ 50,000 രൂപ 2 ആൾ ജാമ്യം ബോണ്ടിൽ ഇടക്കാല ജാമ്യം നൽകണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്, അല്ലേ അഖിലേ? അതെ, അങ്ങനെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ എന്തായാലും ആയിഷ കടന്നു പോകേണ്ടി വരും. തീർച്ചയായിട്ടും നിയമം അതിന്റെ വഴിക്ക് പോകുമ്പോൾ ഞാനും അതിന്റെ വഴിക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ വഴിക്ക് തന്നെ പോവും. ഞാനത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതുമായിട്ട് തന്നെ സഹകരിച്ച് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നായിരിക്കാം ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആയിഷയോട് ചോദിക്കുക. പരാമർശം സാർ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു എന്റെ വായിന്ന് വിട്ടുപോയൊരു വാക്കാണ്. ആ വാക്കിൽ ഇത്ര വലിയ കാഠിന്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഒന്നാമത്തെ കാര്യം. സെക്കൻഡ്, ഞാൻ ഒരിക്കലും ഒരു കേന്ദ്രത്തെയോ എന്റെ ലക്ഷദ്വീപ് ഗവൺമെന്റിനെയോ അല്ല ഉദ്ദേശിച്ചെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ രണ്ടാമതും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ ഈ പറയുന്ന നയങ്ങളോട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അവിടെ നടപ്പാക്കിയ നയങ്ങളും ഈ പറയുന്ന ഡ്രാഫ്റ്റുകളും തന്നെയാണ് എന്റെ ഇപ്പോഴത്തെയും പ്രശ്നം. അത് തന്നെയാണ് ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. ഇത് നിയമപ്രക്രിയ. ആയിഷ സുൽത്താനക്കെതിരെ വ്യാപകമായ മറ്റു പ്രചരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. 1984 ബംഗ്ലാദേശിലെ ജസ്ലോറിൽ ജനിച്ച ആയിഷ 2008 ലാഹോറിൽ ബീക്കൺ ഹൗസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കലാപഠനത്തിൽ എന്നാണ് പറയുന്നത്, കലാപ പഠനത്തിലാണോ എന്നുള്ള കാര്യം ഇടയ്ക്ക് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, PG ഡിപ്ലോമ എടുത്തു എന്നാണ്. അപ്പോൾ ഇത്തരം
ഇന്റർനെറ്റിൽ ചില കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് ആയിഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സർ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ഇപ്പോൾ ഞാൻ കവരത്തിയിൽ പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം എന്നിലേക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജനിച്ചത് ചെത്തലാ ദ്വീപിലാണെന്നും ഞാൻ വളർന്നത് മിനിക്കോയ് ദ്വീപിലാണെന്നും എന്റെ ഉമ്മ ആരാ, എന്റെ വാപ്പ ആരാ, എന്റെ ഗ്രാൻഡ് മദർ ആരാ, ഗ്രാൻഡ് ഫാദർ ആരാ എന്നുള്ളത്. സോ അതെനിക്ക് അവിടെ തെളിയിച്ചാൽ പോരെ? ഞാൻ അവിടെ തീർച്ചയായിട്ടും ഞാൻ തെളിയിക്കും. ആയിഷ ഒരു ദ്വീപ് സ്വദേശിനിയല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്തിയ ഭീകരവാദി എന്നുള്ള നിലയിലാണ് പ്രചരണം. അതിൽ വിഷമമുണ്ടോ? ഞാനൊരിക്കലും തീവ്രവാദി അല്ല എന്നുള്ളത് നാട്ടുകാർക്കും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഞാനൊരു തീവ്രവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ കുട്ടിക്കാലം തൊട്ട് കാണുന്ന ആളുകളല്ലേ അവിടെ ഉള്ളവര്. അവരൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു തീവ്രവാദിയാണ് ഞാനെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും വിശ്വസിക്കൊന്നുമില്ല സർ. പെട്ടെന്ന് എങ്ങനെയാണ് ഇന്റർനെറ്റിൽ ഒന്നിലേറെ പ്രൊഫൈലുകൾ, അതും വ്യാജ പ്രൊഫൈലുകൾ വരുന്നത്? എന്താണ് ആ സാഹചര്യം? സാർ, ഇത് സ്വാഭാവികമാണ്. എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോ ഇതിന്റെ ഒരു വലിയൊരു ആൻസർ എന്ന് പറയുന്നത് ഈ ഒരു കേസ് എന്റെ മേളിൽ ഇടാനുള്ള ഒരു ഗൂഢാലോചനപരമായിട്ടുള്ള ഒരു നീക്കം പോലും നമ്മൾ വളരെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പല വോയിസ് നോട്ടും ലീക്കായ ഒരു കാര്യമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഗൂഢാലോചന തന്നെയാണ് എന്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങുക, ഫേക്ക് ആയിട്ട് പ്രചരിപ്പിക്കുക, ഞാനൊരു പാകിസ്ഥാൻകാരിയാണെന്ന് വരുത്തി തീർക്കുക, ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നത്തേക്ക് ഇത് ഗുരുതരമായൊരു ഇതിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെക്കുക. അതൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ടാർഗറ്റ് അതാണ്, എന്നെ അങ്ങനെ ആക്കി മാറ്റുക എന്നുള്ളതാണ്. AP അബ്ദുള്ളക്കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ആയിഷയ്ക്ക് പാക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനികൾ ആയിഷയുടെ ഈ പരാമർശം ആഘോഷിക്കുകയാണ് എന്ന്. അത്തരം ആളുകളോട് മറുപടി പറയാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. കാരണം ഈ പറയുന്ന കവരത്തി എന്ന് പറഞ്ഞ ഐലൻഡില് പോലീസുകാരുണ്ട്. ഈ പറയുന്ന ചെത്തലാ ദ്വീപില് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ആ സ്പോട്ടിൽ അന്വേഷിക്കാലോ ഇങ്ങനൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നോ, ജനിച്ചിരുന്നോ എന്നുള്ളത്. അപ്പോ ഇതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള കാര്യം അവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാള്, അതും ഗൂഢാലോചന നടത്തി എന്നെ കൊടുക്കാൻ ശ്രമിച്ച ഒരാള് പറയുന്ന ഒരു കാര്യം കേൾക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല. അതിനൊരു മറുപടി പറയേണ്ട ആവശ്യം പോലും എനിക്കില്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോ മറ്റന്നാൾ ലക്ഷദ്വീപിലേക്ക് പോയി ചോദ്യം ചെയ്യലിന് വിധേയയായി നേരെ കൊച്ചിയിലേക്ക് തിരികെ വരാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്റെ ഒരു വിശ്വാസം അത് തന്നെയാണ്. കാരണം ഇവിടെയാണ് എനിക്ക് എന്റെ വർക്ക് ഇരിക്കുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഞാൻ പോവേണ്ട ആവശ്യം എന്തായാലും ഉണ്ട് താനും. അപ്പൊ ഞാൻ അവിടെ പോയി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം അവര് തീരുമാനിക്കട്ടെ ഇങ്ങോട്ടേക്ക് വിടുമോ ഇല്ലയോ എന്നുള്ളത്. അത് അവിടുത്തെ സ്റ്റേഷനിലെ അധികൃതർ തീരുമാനിക്കുന്നത് പോലെയല്ലേ ഇരിക്കും. ആയിഷയുടെ പേടി തന്നെ ലക്ഷദ്വീപിലേക്ക് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവിടെ ലോക്ക് ചെയ്തിടാനാണ്. ഒരുപക്ഷെ ജയിലിൽ ഇടില്ലായിരിക്കാം, പക്ഷേ ലക്ഷദ്വീപിന് പുറത്ത് കടക്കാതെ തന്നെ അവിടെ ലോക്ക് ചെയ്യുകയായിരിക്കാം ഒരുപക്ഷെ ലക്ഷദ്വീപ് പോലീസിന്റെ ഉദ്ദേശം എന്നായിരുന്നു ആയിഷ ആശങ്കപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ കേരള ഹൈക്കോടതി ഒരുപക്ഷെ ഇടക്കാല ജാമ്യത്തിനോട് അടുത്തു നിൽക്കുന്ന ഒരു വിധിയാണ് അക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി അഥവാ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞാൽ തന്നെയും ഇടക്കാല ജാമ്യം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം അനുവദിക്കുകയും, ജാമ്യം അനുവദിച്ചാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് മടങ്ങി വരാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അല്ലേ സാധാരണഗതിയിൽ? എന്നോടാണോ സാർ? അതെ അതെ അതെ, തീർച്ചയായിട്ടും ജാമ്യം അനുവദിച്ചാൽ എന്തായാലും ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. പിന്നെ ലക്ഷദ്വീപ് പോലീസുകാരുടെ ഒരു ഇതല്ല പ്രോബ്ലം, ഒരിക്കലും അവരല്ല എന്നുള്ളത് എനിക്കറിയാം. പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരൊരു അന്വേഷണം നടത്തേണ്ടി വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് സഹകരിക്കേണ്ട ഒരാളാണ്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇനി കേസ് മുൻപിലേക്ക് പോവേണ്ടത്. ഈ കേസ് ബോധപൂർവം ചമക്കുന്നതാണ് എന്നുള്ളതാണല്ലോ ആയിഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ആദ്യം മുതലുള്ളത്. ഇപ്പൊ ലക്ഷദ്വീപ് പോലീസിനെ അല്ല കുറ്റം പറയുന്നത്, അഡ്മിനിസ്ട്രേഷനെയാണ്, അതായത് അവിടുത്തെ ഭരണകൂടത്തെയാണ്. ഈ കേസിന്റെ പുറകിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും
കുറച്ചധികം BJP നേതാക്കന്മാരാണ് അവിടെ ഉള്ളതും കേരളത്തിലുള്ളതുമായ ആളുകളാണ്. ഇത് അവരുടെ ഓഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ അന്ന് മനസ്സിലാക്കിയ സത്യമാണ്. അതിലൊരിക്കലും ഒരു പോലീസിന്റെയോ വേറൊരാളുടെയോ കൈയില്ല. അത് കൃത്യമാണ് അവിടെ നടക്കുന്ന ഒരു അജണ്ട ചില BJP നേതാക്കന്മാര് പ്ലാൻ ചെയ്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് മുൻപിലേക്ക് പോകുന്നത്. ശരി, ദയവായി തുടരുക ശ്രീമതി ആയിഷ സുൽത്താന. ഗണേഷ്, യുവമോർച്ച നേതാവ്. ശ്രീ ഗണേഷ്, ഒരുപക്ഷെ മുൻകൂർ ജാമ്യമാണ് ആയിഷ സുൽത്താന തേടിയതെങ്കിൽ ഏതാണ്ട് അതിനോടടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് അതിനോടടുത്ത വിധിന്യായം തന്നെ ഇപ്പോൾ, അല്ലെങ്കിൽ ഇടപെടൽ തന്നെ ഇപ്പോൾ കേരള ഹൈക്കോടതി നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ട ഗ്രാവിറ്റി കോടതി കാണുന്നില്ല എന്ന് അതിൽ നിന്ന് അനുമാനിക്കാമോ? ഇതിൽ പ്രധാനമായിട്ടും ആയിഷ സുൽത്താന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഈ എന്താ പറയാ കോടതി എന്താണോ അവർക്ക് നൽകുന്ന ശിക്ഷ അത് അവർ ഏറ്റുവാങ്ങുകയാണ് വേണ്ടത്. അവർ കോടതി നടപടിയുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അവരെ ഈ ചർച്ചയിൽ തന്നെ അവർ എത്ര ശാന്തമായിട്ട് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർ ചർച്ചയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ ഒരു രാജ്യത്തെ ഭരണകൂടം ബയോവെപ്പൺ ഉപയോഗിക്കുന്നു, ആയുധം ഉപയോഗിക്കുന്നു എന്നുള്ള അവരുടെ പ്രസ്താവന. അവര് ഒരു സാധാരണ ഒരു സ്ത്രീയോ ഒന്നുമല്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അവർ വെറുതെ അറിയാതെ ഉപയോഗിക്കുകയൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർ വളരെ കറക്റ്റായിട്ട് വളരെ ഇതായിട്ട് അവർ സംസാരിക്കുന്നു. അവരിപ്പോൾ മാധ്യമത്തിന് നേരെ ആണ് അവർ ചില മാധ്യമങ്ങളിൽ കണ്ടു, മാധ്യമത്തിന് നേരെ ആ ചർച്ച നടന്ന മാധ്യമത്തിന് നേരെ അവരുടെ പ്രസ്താവനകൾ വരുന്നു. അതേപോലത്തെ മാധ്യമം തിരിച്ചാണ് അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെയല്ല, ഇതൊക്കെ വളരെ വലിയ അജണ്ട തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്, അവര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രസ്താവനയിൽ അവർ ഉറച്ചു അത്തരം കോടതി എന്താണോ നിയമപരമായി നേരിടുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഞങ്ങൾ അതിൽ പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ എത്രമാത്രം അജണ്ടയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ്. കാരണം ആയിഷ സുൽത്താനയെ വിളിക്കുന്നത് കേരളത്തിന്റെ ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തന്നെ കേരളത്തിന്റെ ആയിഷ സുൽത്താനയെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയെ കാണൂ. ഇന്ന് കോടതി എന്തൊക്കെയാ പറഞ്ഞത് അവരോട്? കോടതി പറഞ്ഞു നിങ്ങൾ അവിടുത്തെ പോലീസുമായി സഹകരിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടത്. ഇവിടെ മന്ത്രി അവരോട് പറയുന്നു മുഖ്യമന്ത്രിയെ വന്ന് കാണൂ, മുഖ്യമന്ത്രിയെ കണ്ട് സഹായിക്കൂ. ഇതൊരു ഭരണഘടന, ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഫെഡറലിസത്തിന് തന്നെ വികാരമാകുന്ന തരത്തിലാണ് ആയിഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. രാജ്യദ്രോഹ കുറ്റം ഏതെങ്കിലും കോടതി കണ്ടെത്തി അവരെ ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു സംസ്ഥാന മന്ത്രിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരു പൗരനും, ഇന്ത്യ രാജ്യത്തെ ഏതൊരു പൗരനും സ്വാഭാവികമായും അവരെ വിളിച്ച് അവരുടെ ഐക്യദാർഢ്യം അറിയിക്കുന്നതിൽ എന്ത് പിഴവാണുള്ളത്? പിന്നെ ആയിഷ സുൽത്താനെ ടാർഗറ്റ് ചെയ്യുന്നു BJP എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലില്ലേ? ഒരു BJP നേതാവുമായി പ്രഭാരി AP അബ്ദുള്ളക്കുട്ടി കഴിഞ്ഞ ദിവസം ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് ഇത് നമുക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്ന വിഷയമാണ് എന്നാണ്. അപ്പോൾ മറ്റേ BJP നേതാവ് പ്രഭാരിയോട് പറയുന്നു ഇത് അള്ളാഹു കൊണ്ടുതന്ന വിഷയമാണ് എന്ന് പറയുന്നു. നോക്കൂ, നേരത്തെ ഞാൻ ആയിഷയോടുള്ള ചോദ്യത്തിൽ തന്നെ ചില കാര്യങ്ങൾ ചേർത്തിരുന്നു. അവർ ബംഗ്ലാദേശിൽ ജനിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇന്റർനെറ്റിലൂടെ നടത്തുന്നു. അവർ പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം നേടി കേരളത്തിൽ കലാപമുണ്ടാക്കാൻ വന്നയാളാണെന്ന് പറയുന്നു. അവരുടെ മേലിപ്പോൾ സ്വാഭാവികമായും രാജ്യദ്രോഹം. അപ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് വളരെ വ്യക്തമല്ലേ ശ്രീ ഗണേഷ്? ഒരു കാര്യം ശ്രദ്ധിക്കണം, ആയിഷ സുൽത്താനയെ ടാർഗറ്റ് ചെയ്തിട്ട് BJP യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. ആയിഷ സുൽത്താനെ യാതൊരുവിധ ഇതുമില്ല. ആയിഷ സുൽത്താനെ പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള നടപടി ആര് പറഞ്ഞാലും, ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയുള്ള ഇത്തരം നിലപാടുകൾ ആര് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എതിർക്കും. അതാണല്ലോ BJP. അത് BJP ചെയ്യും. BJPയുടെ ജോലിയാണ് അത് ചെയ്യേണ്ടത്. ഇത്തരം പ്രസ്താവനകളെ എതിർക്കേണ്ടത് BJP തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്രമാത്രം ഈ ആയിഷ സുൽത്താനെ ടാർഗറ്റ് ചെയ്തു എന്നല്ല, ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്രമാത്രം അജണ്ടകളാണ് സെറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു ഇവിടെ നിന്ന് ആളുകൾ പറഞ്ഞത്? ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെങ്ങിൽ പെയിന്റ് അടിച്ചു എന്ന് പറഞ്ഞ് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് എത്ര മാധ്യമങ്ങൾ, നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ പറഞ്ഞില്ലേ, ഇതിനെ കുറിച്ചിട്ട് ന്യൂസുകൾ വന്നില്ലേ, കാവി പെയിന്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തരത്തിലുള്ള അജണ്ടകളാണ് ഇതിന്റെ പിന്നിൽ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതല്ലേ? ഏതൊക്കെ മാധ്യമങ്ങൾ ഇവരുടെ ചില കേട്ട് സിനിമയുമായി പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള
ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിന്റെ പിന്നിൽ വലിയ അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയ അജണ്ട ഉണ്ടാവുകയാണ് മാധ്യമങ്ങള്, ചില രാഷ്ട്രീയ നേതൃത്വങ്ങള്. ഈ കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ കൊച്ചിയിൽ അഡ്മിനിസ്ട്രേറ്ററെ കാണാൻ പോയിരുന്നു. അവർക്ക് തന്നെ അറിയാം കൊച്ചി വഴിയല്ല വരുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം. എന്നിട്ടും അവർ പോകുന്നു. എത്രമാത്രം അജണ്ട സെറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാനല്ല അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണോ ഇവിടെ യഥാർത്ഥം നടക്കുന്നത്? അവിടെ വികസനം വരേണ്ടതില്ലേ? അവിടെ വികസനം നടക്കേണ്ടേ? ഇപ്പൊ ആയിഷയുടെ സിനിമ തന്നെ അവിടെ എവിടെയാണ് അവിടെ പ്രദർശിപ്പിക്കുക? ആയിഷ എവിടെ പ്രദർശിപ്പിക്കുക? അതുപോലുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? കാരണം അതൊന്നുമില്ല. പലതിന്റെ പേര് പറഞ്ഞിട്ട് അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ റോളുമില്ല, ഈ ലക്ഷദ്വീപിൽ യാതൊരുവിധ റോളുമില്ല. പക്ഷെ അതിന്റെ പേരിൽ ലക്ഷദ്വീപിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ധ്രുവീകരണം നടത്താനുള്ള ശ്രമമാണ് LDF-ഉം UDF-ഉം ചില മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബർ കരീം, ഇത് ഒരു മുൻകൂർ ജാമ്യത്തിനോട് അടുത്ത കോടതി ഇടപെടൽ എന്ന് വിശേഷിപ്പിക്കാമോ ഇതിനെ? ഇതിപ്പോൾ ഒരു ഇടക്കാല ജാമ്യമാണ് കൊടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബോണ്ടിന്റെ പുറത്ത് അവരെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാതെയും വിടാം. അന്വേഷണമായിട്ട് സഹകരിക്കണം എന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ തീയതിക്ക് തന്നെ കോടതിയിൽ ഹാജരാവണം, പോലീസ് സ്റ്റേഷനിൽ, കവരത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. അതിൽ ബാക്കി ഇനി അടുത്ത തീരുമാനം കോടതി എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ സംബന്ധിച്ച് ഇടക്കാല ജാമ്യം മുൻകൂർ ജാമ്യം വേണമെന്ന ആയിഷയുടെ ആവശ്യം വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താലും ആയിഷനെ റിമാൻഡ് ചെയ്യരുത്. അത് റിമാൻഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവില്ല. പറയുന്നത് എന്റെ വായിൽ നിന്ന് വീണു പോയ ഒരു വാചകം എന്നാണ്. ഗുരുതര കുറ്റം ചെയ്തിട്ട് ക്ഷമ പറഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ലക്ഷദ്വീപിന് അക്കാര്യത്തിലുള്ള മറുപടി. കോടതി ഏതാ കേട്ടത്? കോടതി എല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അതിൽ വളരെ വ്യക്തമായിട്ട് ആയിഷ ആ ഇന്റർവ്യൂവിൽ തന്നെ അത് വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ചതാണ്. ആയിഷയ്ക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ടിവിറ്റി പ്രോബ്ലവും പിന്നെ മറ്റുള്ള ആളുകളുടെ ഇടപെടലും എല്ലാം വന്നിട്ട് അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആയിഷയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ദിവസം. വളരെ അടുത്ത ദിവസം തന്നെ ആ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഫേസ്ബുക്ക് പേജിലും മറ്റ് ചാനലുകളിലും വളരെ നന്നായി അത് എക്സ്പ്ലെയിൻ ചെയ്തു. ആർക്കെങ്കിലും അതിനകത്തൊരു തെറ്റിദ്ധാരണജനകമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ 130 കോടി ജനങ്ങളോടും മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് ആയിഷയുടേത്. അത് ശരി, ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ഫസീല, ലീഗലി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതാണോ ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് ഫസീല വിലയിരുത്തുന്നത്? അതെ അതെ, ആയിഷയുടെ കൗൺസില് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ നിലക്ക് നോക്കിയിട്ട് ലീഗലി എന്താ നല്ലതെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഗണേഷ് സാറിനോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത് സാറ് കുറെ അജണ്ടാസിനെ കുറിച്ച് പറഞ്ഞു. സാറ് എന്താ ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു അജണ്ട ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ്. അതായത് ശബ്ദം ഉയർത്തുന്ന ആൾക്കാരുടെ ശബ്ദം എങ്ങനെയും അടിച്ചമർത്താം. ഇത് ഈ അഡ്മിനിസ്ട്രേറ്റർ വന്ന സമയം മുതൽ നമ്മൾ അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. CA NRC പോസ്റ്റേഴ്സ് ഇട്ട ആൾക്കാർക്കെതിരെ കേസെടുക്കുക, കിൽത്തനില് സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുക. ഇപ്പൊ ആയിഷയുടെ വായിന്ന് വീണുപോയ ഒരു വാക്ക് ഒരു അവസരമായിട്ട് എടുത്തിട്ട് ആയിഷനെ ബെയിറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഈ സെഡിഷൻ കേസിൽ സുപ്രീം കോർട്ടിന്റെ നയം വളരെ ക്ലിയർ ആണ്. അതായത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് ക്രിട്ടിസൈസ് ചെയ്താലും അൺലെസ് ദർ ഇസ് എൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് എനി പബ്ലിക് ഡിസോർഡർ ഓർ വയലൻസ് അത് ഒരിക്കലും സെഡിഷൻ ആവില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പോലും ഇങ്ങനത്തെ ഒരു ചാർജ് ആയിഷയുടെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ട്, അതായത് വിനോദ് കേസ് വന്നിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആയിഷ സുൽത്താന FIR റദ്ദ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ 124A എടുത്തു കളയണമെന്നോ ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാതെ വെറുമൊരു മുൻകൂർ ജാമ്യത്തിന് മാത്രമായി പോയത്? സർ, എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ അത് ആയിഷയുടെ ലോയേഴ്സ് ചിന്തിച്ച് എടുത്ത ഒരു ഡിസിഷൻ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടേതായ ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവും. അവർ ആയിഷക്ക് എന്താ നല്ലതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഒരു അജണ്ട ഈ അഡ്മിനിസ്ട്രേഷൻ്റെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പുതിയ ലോസും പുതിയ ഓർഡേഴ്സും വന്ന അന്ന് മുതൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ലെവലിലും ഇവിടെയും എല്ലാ സ്ഥലത്തും.
അപ്പൊ ഈ പ്രൊട്ടസ്റ്റിനൊന്നും ഇവർക്ക് ആൻസേഴ്സ് ഇല്ല. ഞങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ഇവർക്ക് ആൻസേഴ്സ് ഇല്ല. അതില്ലാണ്ടാവുമ്പോൾ ഒന്നെങ്കിൽ വോയിസ് റേസ് ചെയ്യുന്ന ആൾക്കാരുടെ വോയിസ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അവരെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് മലൈൻ ചെയ്യുക, എന്നൊരു വാക്ക് വീണുപോയി കഴിഞ്ഞാൽ കേസ് ചാർത്തുക, പേടിപ്പിക്കുക. ഇത് തന്നെയാണ് ഇവരുടെ രീതി. അതിന്റെ ഒരു ഗ്രേവ് എക്സാമ്പിൾ ആണ് ഇവർ ഈ ജനുവരിയിൽ കൊണ്ടുവരാൻ പ്രപ്പോസ് ചെയ്ത ഗുണ്ട ആക്ട്. അതിലും ഇത് തന്നെയല്ലേ പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് ട്രയൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക, ഡീറ്റെയിൻ ചെയ്യുക. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷന് ക്ലിയർ ആയിട്ട് ഒരു അജണ്ടയുണ്ട്. അതാണ് അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ ശ്രീ ഗണേഷ് ചൂണ്ടിക്കാണിക്കുന്ന ശ്രീ അൽത്താഫ് അജണ്ട ഇപ്പുറത്തുള്ളവർക്കാണ് എന്നുള്ളതാണ്. അവിടെ തെങ്ങിന് പച്ച പെയിന്റ് അല്ലല്ലോ, കാവി പെയിന്റ് അടിച്ച സമയത്ത് അത് BJPയുടെ അജണ്ടയാണ്, RSSന്റെ അജണ്ടയാണെന്ന് നിങ്ങൾ പറഞ്ഞു പരത്തി. പിന്നെ ഇതിലിപ്പോ ഈ മാധ്യമങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഗ്രൗണ്ടിൽ നടന്നിരിക്കുന്നതെന്ന്. എല്ലാവർക്കും അറിയാം എന്താണ് അജണ്ട എന്നുള്ളതും അറിയാം. കാരണം ഈ ഐഷ സുൽത്താനയുടെ വായിൽ നിന്ന് വന്ന വാക്ക് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയൊന്നുമല്ല. അത് നമുക്ക് കേൾക്കുന്ന അവർക്കും അറിയാമല്ലോ, അവർക്കും നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞാൽ അത് ഒരു യൂസേജ് ആണെന്നും എല്ലാവർക്കും അറിയാം. കാരണം ബയോ വെപ്പൺ എന്ന് പറയുന്ന ഒരു വെപ്പൺ ലോകത്ത് ഒരു കമ്പനിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രയോഗിക്കുന്നതായിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നതായിട്ടൊന്നും എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലോ പ്രത്യേകിച്ച് ലക്ഷദ്വീപിലോ അങ്ങനെ ഒന്നും ഇല്ലെന്നും അറിയാം. അതൊരു ജസ്റ്റ് ഒരു യൂസേജ് ആണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ അത് അജണ്ടയാക്കിക്കൊണ്ട് വന്നതും BJPയുടെ കോർ കമ്മിറ്റി, ലക്ഷദ്വീപിലെ BJPയുടെ കോർ കമ്മിറ്റിയിൽ പ്രഭാരിയും അല്ലെങ്കിൽ പ്രഭാരിനേക്കാളും പ്രശസ്തരായ BJPയുടെ നേതാക്കന്മാരും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത കാര്യമാണ്. അതിനാണല്ലോ അജണ്ട എന്ന് പറയുന്നത്. അതാണ് പുറത്തു വന്നത്. പിന്നെ അതുപോലെ കാവ്യവൽക്കരണം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ലക്ഷദ്വീപിൽ വന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. താങ്കൾ വന്നിട്ടില്ല എങ്കിൽ താങ്കൾക്ക് ഏതെങ്കിലും BJPയിലെ നേതാക്കന്മാരുടെ പേരോ ഫോൺ നമ്പറോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കണം. എന്തിനാണ് കാവ്യ പെയിന്റ് ഇങ്ങനെ ഇത് അടിച്ചിട്ടുണ്ടോ, ഇങ്ങനൊരു ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ TV-യിലെ ലക്ഷദ്വീപ് കാണിക്കുന്ന എല്ലാ സീനറികളിലും ഇങ്ങനെ റോഡ് സൈഡിന് അടുത്ത് ഒരു ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണം. ഇതിൽ അജണ്ട സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത്, വ്യക്തമായ അജണ്ട വച്ച് വർക്ക് ചെയ്യുന്നത് കേന്ദ്രം ഭരിക്കുന്ന BJPയും പ്രഫുൽ ഗോഡ പട്ടേലുമാണ്. കാരണം പല ഇല്ലാത്ത സംഗതി, മഹാത്മാഗാന്ധിയുടെ പ്രതിമ അത് ആരുടെ അജണ്ടയായിരുന്നു? ഈ വൽക്കരണം, തെങ്ങുകളിൽ കാവ്യ അടിച്ചത് അത് ആരുടെ അജണ്ടയാണ്? അപ്പൊ അജണ്ടകളുണ്ട്. നിങ്ങൾ ഈ ശ്രദ്ധ, പിന്നെ നിങ്ങൾ സത്യം പറഞ്ഞാൽ പെട്ടുപോയി. മാധ്യമങ്ങൾ, ലോകത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ലക്ഷദ്വീപിന്റെ പ്രശ്നം അവരുടെ പ്രശ്നമായി നെഞ്ചോട് ചേർത്തപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി. കാരണം വ്യക്തമായ തെളിവുകളുടെ സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ BJP ചെയ്തിരിക്കുന്നത് നികേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാധ്യമങ്ങൾ അവർ ചെയ്യുന്നത് ഞങ്ങളുടെ ലക്ഷദ്വീപിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ തമ്മിൽ പഴിചാരിക്കുന്ന, ഞങ്ങളെ തമ്മിലടിപ്പിക്കുന്ന. കാരണം ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളുടെ പൂർവികർ അന്ന് ചെയ്തതാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്നത്. ഇത് തമ്മിലടിപ്പിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നിലയിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞങ്ങളുടെ ലക്ഷദ്വീപിലുള്ള നേതാക്കന്മാരെ, ലക്ഷദ്വീപിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ, അതും മരിച്ചുപോയ മർഹൂം PM സയ്യിദ് സാഹിബ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്രമന്ത്രി 1967 മുതൽ തുടർച്ചയായി 10 തവണ ലോകസഭയെ പ്രതിനിധീകരിച്ച മഹാനായ ഒരു നേതാവ്. അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനായിട്ട് ലക്ഷദ്വീപിൽ ആരും കാണുന്നില്ല, കേരളക്കാരും കാണുന്നില്ല. അദ്ദേഹം ലക്ഷദ്വീപിന്റെ പിതാവാണ്. അമിനി ദ്വീപി ആൻഡ് മിനിക്കോയ് ഐലൻഡ് എന്നുള്ള ഞങ്ങളുടെ ലക്ഷദ്വീപിന്റെ പേര് മാറ്റിക്കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും പറയുന്ന ലക്ഷദ്വീപ് എന്ന പേര് ഭാരതത്തിന് വിഭാവന ചെയ്ത, പാർലമെന്റിലെ ആക്ടിലൂടെ വിഭാവന ചെയ്ത വ്യക്തിയാണ് PM സയ്യിദ്. അങ്ങനെയുള്ള ഒന്ന് പറഞ്ഞ നികേഷ്, അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ട് കാരണം ശ്രദ്ധ ചെലുത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം അഴിമതി നടത്തി, ഇപ്പോഴത്തെ MP അഴിമതി നടത്തി, ഇതിനു മുമ്പുള്ള MP ഹംദുള്ള സയ്യിദ് അഴിമതി നടത്തി. അങ്ങനെ തമ്മിൽ പരസ്പരം തല്ലിപ്പിക്കുന്ന ആ ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. PM സയ്യിദുമായിട്ടുള്ള ഇവരുടെ വൈരാഗ്യം ഏവർക്കും അറിയാം. ഗുജറാത്ത് പ്രശ്നം, അത്രയും വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ശ്രീ ഗണേഷ്, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ഫസീല ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ യുക്തിസഹമായ ചില കാര്യങ്ങൾ ലക്ഷദ്വീപ് നിവാസികൾ മുന്നോട്ട് വെക്കുന്നു. അതിന് മറുപടി പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക്, അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് ഈ രാജ്യദ്രോഹ കുറ്റവുമായിട്ടും അതുപോലെ മറ്റാരോപണങ്ങളുമായിട്ടൊക്കെ വരുന്നത്. ഞാൻ നേരത്തെ ആവർത്തിച്ച് പറയുന്നു, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണ്, അവര് ലക്ഷദ്വീപിൽ ജനിച്ചതല്ല, അവർ ബംഗ്ലാദേശിൽ ജനിച്ചതാണ്, അവർക്ക് വിദ്യാഭ്യാസം പാകിസ്ഥാനിൽ വെച്ചാണ്
തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഗണേഷ് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗണേഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇവിടെ അഡ്വക്കേറ്റ് അക്ബർ കരീം, ഈ കേസിൻ്റെ സാധ്യത നമുക്ക് പ്രവചിക്കാനാകില്ല എങ്കിൽ തന്നെയും കോടതി ലീനിയൻ്റ് ആണ് ഇവർ ഉന്നയിച്ച വിഷയത്തിൽ, ആയിഷ ഉന്നയിച്ച വിഷയത്തിൽ എന്ന് പറയാമോ? അതെ, കോടതിക്ക് പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും കോടതി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ FIR റദ്ദ് ചെയ്യാനുള്ളൊരു കേസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അതിന്റെ ഒരു സ്റ്റേജ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ഫസീല ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. FIR റദ്ദ് ചെയ്യാനുള്ള റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ പോകാവുന്ന ഫിറ്റ് കേസാണിത് എന്നാണ്. പക്ഷേ അതിന്റെ ഒരു സാഹചര്യം ആയിട്ടില്ല. കാരണം അത് നമ്മളത് തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. കാരണം അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ഈ സമയത്ത് തന്നെ അത് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് സീനിയർ കൗൺസിലായിട്ട് ആവശ്യം മുൻകൂർ ജാമ്യമാണ്. അതെ, അത് കഴിഞ്ഞ ശേഷം അതിനുശേഷം അത് ഇപ്പൊ ഈ സുപ്രീം കോടതിയിൽ തന്നെ ചലഞ്ച് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ വേറെ പ്രത്യേക ബെഞ്ച് തന്നെ ഉണ്ട് ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ ഒരു വലിയൊരു സൈബർ ആക്രമണം ആയിഷക്കെതിരെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം നേടി അങ്ങനെയുള്ള അതല്ല വന്നിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോൾ ജാമ്യത്തിന്റെ കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഏത് ഇന്റർനെറ്റിൽ നിന്ന് ഏത് ID ഏത് IP അഡ്രസ് വഴി ആര് ചെയ്തെന്നുള്ളത് നമ്മൾ കേസ് എടുത്തത് തെളിയിക്കുന്നതാണ്. കേരള പോലീസിൽ തന്നെ പരാതി കൊടുത്ത് അത് IP അഡ്രസ് വഴി ഇപ്പോൾ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ആരാണ് അങ്ങനെ ഒരു കാര്യം ഐഷാനെ കുറിച്ച് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ കുറച്ച് BJP ആയിട്ട് പോലും ബന്ധമില്ലാത്ത കുറച്ച് വക്കീലന്മാർ ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ആണോ? ശരി, ഞാൻ മടങ്ങിയെത്താം. ഗണേഷ്, ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് അഡ്വക്കേറ്റ് ഫസീല പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ ഇവർക്ക് ചില വിഷയങ്ങളുണ്ട്. ഇവർ ലക്ഷദ്വീപുകാരാണ്, അവരെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അവരത് ഉന്നയിക്കുന്നു. അതിന് മറുപടി പറയുക എന്നതിനു പകരം രാജ്യദ്രോഹ കുറ്റമാണ് എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. രാജ്യദ്രോഹ കുറ്റം മാത്രമല്ല, അഡ്വക്കേറ്റ് ഫസീലയെ തന്നെ പോലീസ് വിളിച്ച് ആദ്യം എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഒരു ഭീഷണിയുടെ സ്വരം അതിനകത്തും ഉണ്ടായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ഫസീല പറയുന്നത്. ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് BJPക്ക് അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെ എടുത്തു ചാടേണ്ടി വരുന്നത്? ശ്രീ ഗണേഷ്. ഒരിക്കലുമല്ല. ഇവരിപ്പോ ഇരവാദം പറഞ്ഞിട്ട് നടക്കുകയാണ്. സമരം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലൊക്കെ സമരം ചെയ്യുന്ന സമയത്ത് സമരത്തില് പോലീസ് കേസെടുക്കാറില്ലേ? കേസെടുക്കും. സ്വാഭാവിക ഏത് തരത്തിലുള്ള സമരം ചെയ്യുന്ന സമയത്തും സ്വാഭാവികമായിട്ട് കേസെടുക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവര് പറഞ്ഞ ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവര് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളൊന്നുമല്ല. അവരാ ചർച്ച കണ്ടാൽ അറിയാം. ഞാനും ആ ചർച്ചയുടെ ക്ലിപ്പ് കുറെ കണ്ടു നോക്കി. അവരോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, BJPയുടെ പ്രതിനിധി പലവട്ടം പറഞ്ഞു, നിങ്ങൾ ആ വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ മഹാമാരി വന്ന ചൈനയിൽ നിന്ന് പോലും, ചൈനയെ പോലും മറ്റു രാജ്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇതിനെ കുറിച്ചിട്ട് വെപ്പണായിട്ട് ഉപയോഗിക്കാമെന്ന്. ചൈനയ്ക്കെതിരെ പോലും ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് നേരെ, കാരണം ഇതിന് കീഴിലുള്ള സർക്കാരിന് കീഴിലുള്ള പ്രദേശമാണ് ഈ ലക്ഷദ്വീപ്, അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഒരു ബയോവെപ്പണായിട്ട് ഉപയോഗിച്ച് അവർ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് അവർ കോടതിയിൽ പോയി മാപ്പ് പറയുന്നു. ശരി, അങ്ങനെ ഒരു വാചകം വീണുപോയി, അതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് അവർ പറയുകയാണ്. ഇനി അതിനകത്ത് കേസെടുത്തോളൂ. പക്ഷേ ആ കേസ് എടുക്കുന്ന ഘട്ടത്തിൽ BJPയുടെ 2 നേതാക്കൾ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ എന്താണ് പുറത്തു വരുന്നത്? ഇത് അള്ളാഹു കൊണ്ടുവന്ന കേസാണ് എന്നും ഇതിന് നല്ല വാർത്താ പ്രാധാന്യമുണ്ട് എന്നും വളരെ പ്രമുഖരായ BJP നേതാക്കൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദ ശകലം നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറയാൻ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ BJPയോ തയ്യാറാകുന്നില്ല? ഇന്ന് മുഹമ്മദ് ഫൈസൽ, ലക്ഷദ്വീപിൻ്റെ MP, എക്കണോമിക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, ഇതൊരു BJP അജണ്ട എന്ന നിലയിൽ പോലും കാണാനാകില്ല. ഇത് പ്രഫുൽ പട്ടേലിൻ്റെ വെറും റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രം. എന്താണോ ദാമൻ ദ്വീപിൽ ഈ പ്രഫുൽ പട്ടേൽ ചെയ്തത് അതിൻ്റെ ഒരു പുനരാവർത്തനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇയാൾ ലക്ഷദ്വീപിലും കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ ടൂറിസം വളർത്താൻ വേണ്ടി മദ്യം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇയാളുടെ ആശയമെങ്കിൽ, ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ആശയമെങ്കിൽ അദ്ദേഹത്തിനത് ഗുജറാത്തിൽ ചെയ്തൂടെ? എന്തുകൊണ്ട് ബീഹാറിൽ ചെയ്യുന്നില്ല? ഇനി ബീഫ് നിരോധനം വേണം എന്നുള്ളത് ഒരു RSS അജണ്ട എന്നുള്ള നിലയിലാണ് പ്രഫുൽ പട്ടേൽ നടപ്പാക്കുന്നതെങ്കിൽ ബീഫ് നിരോധനം അരുണാചൽ പ്രദേശിലില്ല, മണിപ്പൂരിലില്ല, ഗോവയിലില്ല.
അപ്പോൾ പിന്നെ എന്തിനാണ് ലക്ഷദ്വീപിൽ അടിച്ചേൽപ്പിക്കുന്നത്? ഇത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലെ താല്പര്യം മാത്രമാണ് എന്ന് ഒരു സ്ഥലം MP പറയുമ്പോൾ അതിനൊന്നും മറുപടി വേണ്ടേ ശ്രീ ഗണേഷ്? ഇന്നലെ ഈ BJPയുടെ ഔദ്യോഗികമായിട്ട് ലക്ഷദ്വീപിൽ ഔദ്യോഗിക ഘടകം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവർ ഉന്നയിച്ചിരുന്ന പല ആവശ്യങ്ങളും അതിൽ വളരെ വ്യക്തമായിട്ടാണ്. കാരണം അവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏകദേശം 10ഓളം ആവശ്യങ്ങൾ ഈ BJP നേതാക്കളുമായിട്ട് അവിടുത്തെ പ്രഭാരി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ചർച്ച നടത്തുകയും അതിനെല്ലാം ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങളെ കേട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ, വികസനം നടപ്പിലാക്കുകയുള്ളൂ എന്ന് അവർ വ്യക്തമാക്കി. പ്രഭാരി ഇതിനകം രണ്ട് പത്രങ്ങൾക്ക് അഭിമുഖം നൽകിയിട്ടുണ്ട്. ഒന്ന് ദ വീക്കിനും എനിക്ക് തോന്നുന്നു എക്കണോമിക് ടൈംസിന് തന്നെയാന്ന് തോന്നുന്നു രണ്ടാമത്തെയും. ആ അഭിമുഖം വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച ആളാണ് ഞാൻ. ആ ആളാണ് ചോദ്യം ചോദിക്കുന്നത്. ആ അഡ്മിനിസ്ട്രേറ്റർ കൃത്യമായി പറയുകയാണ്, ഞങ്ങൾ ബീഫ് നിരോധനം നടപ്പാക്കുകയാണ്, ഞങ്ങൾ മദ്യനിരോധനം എടുത്തു കളയുകയാണ്. ഇന്നിപ്പോൾ സ്ഥലം MP ചോദിക്കുകയാണ്, എന്തിന് മദ്യനിരോധനം എടുത്തു കളയണം? അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെ ബീഹാറിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ് ഇതിനേക്കാൾ വലിയ ടൂറിസം സാധ്യതയുള്ള 2 സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ടൂറിസം ഇതിലൊന്ന് ഗുജറാത്തിലെ ആഭ്യന്തര സഹമന്ത്രിയായ ആളാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ. ഇതിനൊക്കെ മറുപടി വേണം. അതല്ലാതെ അതിനകത്ത് നിങ്ങളുടെ ഒരു ഔദാര്യവും വേണ്ട സർ. ഈ ആയിഷ സുൽത്താനയ്ക്ക് എതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. പോലീസിനോട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. അതൊരു സാധാരണ പൗരനെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള ഒരു യുക്തി പോലും നിങ്ങൾ കാണിച്ചില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിക്കുന്നു, അത് കുറ്റം ചാർത്തിയിരിക്കുന്നു. ഇനി സ്വാഭാവികമായിട്ടും അത് കോടതിയുടെ മുമ്പിലാണ്. അതിന് മുകളിൽ ഡിബേറ്റ് പോലും സാധ്യമല്ല. എനിക്കൊന്ന് സബ്ജുഡീസ് ആവും അല്ലേ, നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച പോലും. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന വിഷയമുണ്ട്. ഞങ്ങളുടെ ലാൻഡിൽ പുറം നാട്ടിൽ നിന്നൊരാൾ വന്ന് ഞങ്ങളിൽ ഇന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു, അതിന് ഞങ്ങൾക്ക് മറുപടി വേണം. മറുപടി പറയാനാകുന്നുണ്ടോ ഗണേഷ്? മറുപടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ? നികേഷ്, ഇതിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന വെബ്സൈറ്റ് ഒന്ന് നോക്കണം. അതായത് investindia.government.in investindia.government.in എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റ് നിക്ഷേപകരെ അട്രാക്ട് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ 2 ദിവസം മുമ്പ് ഒരു മാറ്റർ അപ്ലോഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ അത് ഫസ്റ്റിൽ തന്നെ ഞാൻ വായിച്ചപ്പോൾ ഇരുന്നിടത്തിരുന്ന് ഞാൻ വിറച്ചുപോയി. അവർ പറയുന്നത് എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപ് ഫോർ സെയിൽ എന്ന ബോർഡിന് പകരം അങ്ങനെ തന്നെയാണ് അത് വച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലക്ഷദ്വീപ് ഐലൻഡ്സ്. അതിൽ പറയുന്നത് പ്രൊജക്ട് 253 പ്രൊജക്ട്, ഓപ്പർച്യൂണിറ്റീസ് $630.35 ബില്യൺ ഓപ്പർച്യൂണിറ്റി ലക്ഷദ്വീപിൽ ഉണ്ട് എന്ന് investindia.comന്റെ ഗവൺമെന്റിന്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ പ്രൊമോട്ടേഴ്സ് ആൾറെഡി 67 പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഡിസ്ട്രിക്ട് കേരളത്തിൽ ലക്ഷദ്വീപിൽ 2, പ്രൈവറ്റ് പ്രൊജക്ട് 2, ഗവൺമെന്റ് പ്രൊജക്ട് 251 പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഇവർ ടെൻഡർ ക്ഷണിച്ച പോലെ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചിരിക്കുന്നു. എത്ര ഡോളറിന്റെ? $630.35 ബില്യൺ. കച്ചവടമല്ലേ നികേഷ് ഇത്? ഇതാണ് നികേഷ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ്, എനിക്ക് കേൾക്കുമ്പോൾ വിരക്തി തോന്നും. മദ്യം ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ മദ്യം ഒഴുക്കിക്കോ, കഴിക്കാത്തവർ കഴിക്കണ്ട, കഴിക്കുന്നവർ കഴിച്ചോട്ടെ. ബീഫ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാം, വേറെ ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ ലക്ഷദ്വീപിന്റെ സുന്ദരമായ ആ ബില്ലത്തിന്റെ മുകളിൽ, ആ കടലിന്റെ മുകളിൽ, ആ ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ഫോർ സെയിൽ ബോർഡ് വച്ചതാണ്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ സോളാർ പവർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് $64.45 ബില്യൺ. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിന് വേണ്ടിയിട്ട് $60.21 ബില്യൺ. വിൻഡ് പവർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് $57 ബില്യൺ. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയ്ക്ക് വേണ്ടി $50.93 ബില്യൺ. നികേഷ് ചോദിക്ക് BJPക്കാരോട്, ഇത് കച്ചവടമല്ല എങ്കിൽ എന്താ? അപ്പൊ ഈ കണ്ണിലൂടെ ഞങ്ങൾ ലക്ഷദ്വീപിനെ പൊന്മുട്ടയിടുന്ന താറാവായി ലക്ഷദ്വീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അൽത്താഫ് ആദ്യം മുതൽ പറയുന്നത് ഇതൊരു സംഘപരിവാർ അജണ്ടയായിട്ടൊന്നും കാണേണ്ടതില്ല, ഇത് വെറും കച്ചവട താല്പര്യം മാത്രമാണ് എന്നുള്ളതാണ്. ഇല്ല നികേഷ്, ഞാൻ എപ്പോഴും അറച്ചും ഉറപ്പിച്ചും പറയുന്ന ഒരു കാര്യമാണ്, ഇത് പ്രഫുൽ പട്ടേലിന്റെ അജണ്ടയല്ല ഇത്. ഈ അജണ്ട BJPയുടെ ഫാസിസ്റ്റ് അജണ്ട തന്നെയാണിത്. കച്ചവടം, ഫാസിസ്റ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് നിർവചനം വായിച്ചു നോക്ക്.
ഫാസിസ്റ്റ് എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ കോർപ്പറേറ്റുമായിട്ട് അവർക്ക് നല്ല ടൈപ്പ് ഉണ്ടാവും. MP മുഹമ്മദ് ഫൈസൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുഹമ്മദ് ഫൈസൽ, ഇതിപ്പോ ആയിഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്ന് കരുതാം. അവരെ ഇനി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം നൽകണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതുമായ നിലയിൽ തന്നെയാണോ കോടതി നടപടികൾ പോകുന്നത്? ശ്രീ ഫൈസൽ, നിങ്ങളൊക്കെ പിന്തുണയുമായി പോയിട്ടുണ്ടല്ലോ ആയിഷയ്ക്ക്. തീർച്ചയായിട്ടും ഇവിടെ കോടതിയുടെ ഇന്നത്തെ ആ ഓർഡർ തികച്ചും ആശ്വാസകരവും. ഇവിടെ കോടതി ഏത് തോന്നിയവാസത്തിനും കൂടെ നിൽക്കില്ല, നിയമത്തിന്റെ അതേ രീതിയിൽ അപ്ഹെൽഡ് ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആയിഷ സുൽത്താന്റെ വായിൽ നിന്നും അറിയാതെ വീണുപോയ ഒരു പദത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ലക്ഷദ്വീപ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സമരത്തെയും വേറെ രീതിയിൽ തിരിച്ചുവിടാൻ നടത്തുന്ന ഒരു ശ്രമം, ആ ശ്രമത്തെ അവിടെ അതിന് വേണ്ട രീതിയിലുള്ള മറുപടിയാണ് കോടതിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷദ്വീപുകാര് അവരുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനൊരു വീഡിയോ ഇത് പിന്നീട് അന്വേഷിച്ചപ്പോൾ കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയുന്നു. ഇത് ഇന്ത്യൻ പീനൽ കോഡാണ് എന്നും ജിഹാദികൾ മനസ്സിലാക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയന്റെയും BD സതീശന്റെയും ഒക്കെ നാട്ടിൽ മാത്രമല്ല ഈ പറയുന്ന ആക്ഷേപങ്ങൾ പരാതിയായി വരിക. അപ്പോൾ മറ്റ് കോടതികളിൽ നിന്നു പോലും ഇവരെ വിളിപ്പിക്കുമെന്ന് പറയുന്നു. വക്കീലാണ് അതിന് മറുപടി പറയേണ്ടത്. അതായത് പല കോടതികളിൽ നിന്ന് അവർക്ക് വാറണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഈ സംഭവം ഉണ്ടായി 9-ാം തീയതി തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പറയുന്ന കൃഷ്ണരാജ് അഡ്വക്കേറ്റിന്റെയും പിന്നെ അവരുടെ ഒരു പ്രതീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു വേറൊരു പ്രതീഷിന്റെ അഡ്വക്കേറ്റ് ആണോ? പ്രതീഷിന്റെ അഡ്വക്കേറ്റ് ആണെങ്കിലും പ്രതീഷ് ഒരു സ്ഥലത്തും പരാതി കൊടുത്തിട്ടില്ല. കേരളത്തിലെ DGP കക്ഷി തരാൻ ശ്രമിച്ചിരുന്നു, കോടതി അത് അനുവദിച്ചില്ല. പ്രതീഷ് DGPക്ക് ഒരു പരാതി ഇദ്ദേഹമാണ് കൊടുത്തേക്കുന്നത്, പ്രതീഷ് അല്ല കൊടുത്തിരിക്കുന്നത്, പ്രതീഷിന് വേണ്ടി കൊടുത്തെന്നും പറഞ്ഞു അങ്ങനെ വന്നു. അതുകൂടാതെ ഐഷാനെ ആക്ഷേപിച്ചുകൊണ്ട് വളരെയധികം ആക്ഷേപിച്ചുകൊണ്ട് ജിഹാദി താത്ത എന്നൊക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വളരെ മോശമായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ മോശമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരാളാണ്. വേറെ ഒരു ഡാൻസിന്റെ സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒരു 2 മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ഒരു റാസ്പുട്ടിൻ ഡാൻസ്, ആ കാര്യത്തിൽ ഇദ്ദേഹം വളരെ മോശമായിട്ട് പ്രതികരിച്ചതിന് സമൂഹം മൊത്തം അദ്ദേഹത്തിനെ എതിർത്തിരുന്നു. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നാസി ജർമ്മനിയിൽ റോളൻ ഫേസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു റോളിലേക്കാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJP-കാരായിട്ടൊന്നും ഒരു ബന്ധവും ഇദ്ദേഹത്തിനില്ല. പക്ഷെ ഇദ്ദേഹം വേറെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എവിടെയൊക്കെ പോയി ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് വേറെ ഫസീല ഒരു മറ്റു കോടതികളിൽ നിന്ന് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആഗ്രഹം തുളുമ്പി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതെ 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 സർ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ തുടങ്ങിയ അന്ന് മുതൽ ഈ ലക്ഷദ്വീപ് നേറ്റീവ്സിനെതിരെ മൊത്തത്തിലൊരു മെലീഷ്യസ് ക്യാമ്പയിൻ നടത്താനായിട്ട് ഒരു അജണ്ടയുണ്ട്. അത് ആദ്യം ഈ നമ്മുടെ കളക്ടർ അസ്കർ അലി വന്ന് പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോഴും ഈ വീക്കിന്റെ ഇന്റർവ്യൂവിൽ അഡ്മിനിസ്ട്രേറ്റർ സംസാരിക്കുമ്പോഴും പാസനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ AK-47 ഡ്രഗ്സ് പോസ്കോ കേസസ് എന്നൊക്കെയാ പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ലക്ഷദ്വീപിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യണം എന്നാണ്. പക്ഷെ ലക്ഷദ്വീപിലെ ടൂറിസം ഇത്രയും നാൾ ഡിപ്പെൻഡ് ചെയ്തത് അവിടുത്തെ ഒരു സീനിക് ബ്യൂട്ടി വെച്ചിട്ട് മാത്രമല്ല, അവിടുത്തെ ആൾക്കാരുടെ ഒരു പീസ്ഫുൾ നേച്ചറും ഒരു പീസ് ലവിങ് കൾച്ചറൊക്കെ ബേസ് ചെയ്താണ്. ഇവർ ഈ അജണ്ടാസ് ഒക്കെ മുന്നോട്ട് നിർത്തി ഞങ്ങളിങ്ങനെ മെലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ടെററിസ്റ്റ് ആണെന്നുള്ളൊരു രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അങ്ങനെയാണോ ഈ ടൂറിസം വരാൻ പോകുന്നത്? അവരൊക്കെ മാറി നിൽക്കുകയല്ലേ ഉള്ളൂ. ഇത് ഒരിക്കലും ഒരു രീതിക്കും ഇതെല്ലാം വെറും പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൂറിസം, ഒരിക്കലും അല്ല. പിന്നെ ഈ BJP പ്രസ്ഥാനം ഇറക്കി എന്ന് പറഞ്ഞു നമുക്കെതിരെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട്. ഐഡിയലി ഇത് പറയേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ അല്ലേ? ദാറ്റ് ഒഫീഷ്യലി അഡ്മിനിസ്ട്രേറ്റർ പറയണം ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു നയമല്ല വരുന്നത്. ഐഡിയലി നമ്മൾ പറയുന്നു ഇത്രയും ഡ്രാഫ്റ്റ്സ് ഉണ്ട്, ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിന് കൺസൾട്ടേഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അപ്പൊ ഐഡിയലി എന്ത് നടക്കണമെന്ന് വെച്ചാൽ ഇയാൾ ശരിക്കും നമ്മുടെ വെൽഫെയറിലാണ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇതെല്ലാം വിഡ്രോ ചെയ്തിട്ട് പഞ്ചായത്തും ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സും വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് ഡിസ്കഷനിൽ ഏർപ്പെട്ടിട്ട് വേണം ഇങ്ങനത്തെ ലോസ് കൊണ്ടുവരാൻ. ഇഫ് ഹി റിയലി വാണ്ട്സ് ടു ഹെൽപ്പ് അസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഒരു രീതിക്കും ബാക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനിങ് ആണ് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ. നേരത്തെ ശ്രീ ഗണേശ് പറയേണ്ടായി കഴിഞ്ഞ ദിവസം പ്രഭാരി അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയെന്ന്. അങ്ങനെ BJP ആയിട്ട് ചർച്ച നടത്തുന്നുണ്ടോ?
അങ്ങനെ ഇവർ പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒഫീഷ്യലി സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പോലും നമ്മുടെ ലക്ഷദ്വീപിൽ ഇത്രയും പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, ഇന്റർനാഷണലി വരെ ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഒരു രീതിക്ക് പോലും അവിടെ നിന്ന് ഒരു റിയാക്ഷൻ വന്നിട്ടില്ല. അഡ്മിനിസ്ട്രേറ്ററിന്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലി ഞങ്ങളെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ ഒരു റിയാക്ഷനും വന്നിട്ടില്ല. ഐഡിയലി ഇതിൽ സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡ്രാഫ്റ്റ്സ്, സ്പെഷ്യലി ഈ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ ഒരു രീതിക്കും അമെൻഡ് ചെയ്തിട്ട് പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അത് അതുപോലെ വിഡ്രോ ചെയ്യേണ്ട ഒരു സാധനം. അത്രയും പ്രോബ്ലമാറ്റിക് ആണെന്നാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നോട് ഒരു ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞത്. ഗണേഷ്, അതിന് മറുപടി താങ്കൾ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ഫൈസൽ എന്ന MP ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ടൂറിസം വളർത്താൻ വേണ്ടി മദ്യം വേണമെങ്കിൽ ബീഹാറിലും ഗുജറാത്തിലും എന്തുകൊണ്ട് മദ്യം കൊണ്ടുവരുന്നില്ല? ബീഫ് നിരോധനം ഒരു രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട വിഷയമായിട്ടാണ് ദ വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പ്രഫുൽ പട്ടേൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അരുണാചൽ പ്രദേശിൽ, മണിപ്പൂരിൽ, ഗോവയിൽ അതില്ല? ഇതിൽ ഒന്ന് രണ്ട് സമയത്ത് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് പലതും കേൾക്കാനും സാധിച്ചില്ല. എന്നാലും ഇവര് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്റർനാഷണൽ ചർച്ച ഇവർക്കൊക്കെ വേണ്ടത് ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ അജണ്ട ഉണ്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവർക്ക് ഇത് ചർച്ച ചെയ്യപ്പെടണം, ഇന്റർനാഷണലി ചർച്ച ചെയ്യപ്പെടണം. ഇവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആയിഷ ഒന്നും വെറുതെ ഒരു വാക്ക് പറഞ്ഞതൊന്നല്ല. എന്ത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദ്യം ഒന്ന് ക്രമീകരിച്ചോട്ടെ. നമുക്ക് ചർച്ചയൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒന്ന് ഇടപെടുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഗണേഷ്, നമ്മളിപ്പോ ഈ ആയിഷയുടെ രാജ്യദ്രോഹ കുറ്റം അത് എന്തായാലും പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കോടതി അത് പരിഗണിച്ചിരിക്കുകയാണ്. അതിനി സബ് ജുഡീസ് ആണ്. നമുക്ക് അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവരുടെ ചോദ്യങ്ങൾക്ക് അതും ഈ പറയുന്ന സാധാരണ പൗരന്മാരല്ല, സ്ഥലം MP ആണ്, അവിടെ ഏതെങ്കിലും തരത്തിലൊരു ബ്യൂറോക്രാറ്റോ അല്ല, അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയോ അല്ല, കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചത് പ്രകാരം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായി വന്നിരിക്കുന്നത്. ആ ആളോട് MP ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് യുക്തിസഹമായ മറുപടി വേണ്ടേ സർ? അല്ല, അത് അവര് പറയേണ്ടതാണ്. അഡ്മിനിസ്ട്രേറ്റർ പറയുക തന്നെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തെ ഇങ്ങനെ ഒരു വികസന ഇത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇവരൊരു അവസരമാക്കി മാറ്റുകയാണ്. രാജ്യത്തിനെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു അവസരമാക്കി മാറ്റുന്നു. ഇവര് ഇന്റർനാഷണലി ചർച്ച ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇവർ ഇപ്പോൾ അറിയാതെ പറഞ്ഞു പോയി എന്നാ പറയുന്നത്. ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതൊരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും അവിടുത്തെ ജനങ്ങളുമായിട്ടും അവിടുത്തെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചർച്ച നടക്കാതെ ഒരു സ്ഥലത്തും ഒഴിവാക്കുകയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ ലക്ഷദ്വീപിലെ ഔദ്യോഗികമായിട്ടുള്ള നേതാക്കന്മാർ, ഔദ്യോഗിക ഘടകം അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ അഡ്മിനിസ്ട്രേറ്ററുമായി ചർച്ച നടത്തിയിട്ട് ചില കാര്യങ്ങൾ അവർ ഉറപ്പ് നേടിയിട്ടുണ്ട്. ജനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ വ്യക്തമായിട്ടുള്ള ഉറപ്പ് മേടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് ലക്ഷദ്വീപ് ഘടകത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി BJP ആണോ? അവിടെ തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധതയില്ലേ? ശ്രീ ഗണേഷ് ഒന്ന് ദയവായി കേൾക്കുക. അവിടുത്തെ ആളുകളുമായി, അവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുമാണ് ചർച്ച നടത്താൻ അഡ്മിനിസ്ട്രേറ്റർ താല്പര്യപ്പെടുന്നതെങ്കിൽ, ഇപ്പോ സേവ് ലക്ഷദ്വീപ് ഫോറം ഉണ്ട്, പോട്ടെ, അതൊരു അനൌദ്യോഗിക ബോഡിയാണെന്ന് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ അവരെ വിളിക്കണ്ട. ഇത്രയും കാലഘട്ടം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ജയിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോ NCP അവിടെ പുതിയൊരു ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ പ്രതിനിധികളെയല്ലേ വിളിക്കേണ്ടത്, അല്ലാതെ BJPയുടെ 1-2 ആളുകളെ വിളിച്ചു 9 മിനിറ്റ് ചർച്ച നടത്തുകയാണോ വേണ്ടത്? അല്ലല്ല, BJPയുടെ പ്രതിനിധികളെ അങ്ങോട്ട് വിളിച്ചായിരുന്നു. BJPയുടെ പ്രതിനിധികൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചർച്ചയ്ക്ക് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചർച്ച ചെയ്തത്. ഇത്തരത്തിലുള്ള കേരളത്തിലായാലും രാജ്യത്തിന്റെ എവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ജനാധിപത്യ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം വരുന്നത് ഗുജറാത്താണ്, ഗുജറാത്തിൽ നിന്നാണ്. അപ്പൊ ഗുജറാത്ത് ഇതൊരു അജണ്ടയാണ്. ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്നു. പിന്നെ അവിടെ കാണുന്നതൊക്കെ പിന്നെ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചതുപോലെയായിരുന്നു. അജണ്ടകൾ സെറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അവിടെ അജണ്ട ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നതല്ലാതെ എന്ത് അജണ്ടയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് എന്ന് താങ്കൾ പറയുന്നില്ല.
ഇവര് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ആളുകൾ കാവി പെയിന്റ് അടിച്ചതിനെ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയല്ലേ കൊട്ടിഘോഷിച്ച് നടന്നത്? അല്ല, അങ്ങനെ എന്തിനും തെങ്ങിന് കാവ്യ അടിക്കണം എന്നാണ് ഇവിടെ വളരെ സിമ്പിൾ ആക്കി എടുക്കുന്നു. അതിനെ കാവ്യവൽക്കരണം ഉദ്ദേശിച്ചത് ഇപ്പൊ ബയോവെപ്പൺ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ബയോവെപ്പൺ അവിടെ നേരത്തെ തെങ്ങിന് വൈറ്റ് ഏത് കളർ അടിച്ചു? ഒരു കളർ അടിക്കുന്നത്. തെങ്ങിന് എന്തിനാ പെയിന്റ് അടിക്കുന്നത്? തെങ്ങ് കല്യാണത്തിന് പോകുന്നുണ്ടോ? അല്ല, പെയിന്റ് അടിക്കുന്നത്. അതെ, കല്യാണത്തിന് സാറിന് കേരളത്തിലൊക്കെ പെയിന്റ് അടിക്കുന്നത് ഞാൻ കണ്ടത്. തെങ്ങിന് പെയിന്റ് അടിക്കുന്നുണ്ടോ? എന്തൊരു തരംതാണ പൊളിറ്റിക്സ് ആണ് അതും കാവി എന്നിട്ട് പറയുന്നതാണ് കീടം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കീടം കയറാതിരിക്കാനാണെങ്കിൽ അവിടെ ഒരു ഷബൂക്ക് എന്ന് പറഞ്ഞ അവിടുത്തെ മരത്തിൽ അടിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് പോസ്റ്റിൽ അടിച്ചിട്ടുണ്ട്, ടെലിഫോൺ പോസ്റ്റിൽ അടിച്ചിട്ടുണ്ട്. ടെലിഫോൺ പോസ്റ്റിലും ഇലക്ട്രിക് പോസ്റ്റിലും കീടം വരുന്നുണ്ടോ? ഇത് എന്ത് ശാസ്ത്രജ്ഞന്മാരാണ് നിങ്ങൾ? നിങ്ങളുടെ ഈ തീസീസ് ഉണ്ടല്ലോ, പിന്നെ കേംബ്രിഡ്ജിൽ സമർപ്പിക്കണം. ഡോക്ടറേറ്റ് കിട്ടിപ്പോകും 10-12 എണ്ണം. റോഡ് സൈഡിലുള്ള എല്ലാ തെങ്ങിനും റോഡ് സൈഡിലുള്ള ഉന്നയിക്കുന്ന വിഷയമല്ല. എന്റെ ലാൻഡിൽ, എന്റെ വീട്ടിൽ, എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ മുകളിൽ തെങ്ങടിച്ചിട്ടുണ്ട് സുഹൃത്തെ ഗണേശ്. കാവി പെയിന്റ് അടിച്ചിട്ടുണ്ട്. എന്തിനാണ്? കീടം വരാതിരിക്കാൻ. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇത് തായ്ലൻഡിലുണ്ട്, ഫിലിപ്പൈൻസിലുണ്ടെന്നൊക്കെ. കീടം വരാതിരിക്കാൻ ഇലക്ട്രിക് പോസ്റ്റിൽ എന്തിനാണ് പെയിന്റ് അടിക്കുന്നത്? ടെലിഫോൺ പോസ്റ്റിൽ എന്തിനാണ് പെയിന്റ് അടിക്കുന്നത്? കാവി പെയിന്റ് അടിച്ചാൽ പിന്നെ കാവ്യവൽക്കരണം എന്നല്ലാതെ പിന്നെ വേറെ എന്താ പറയേണ്ടത്? ഞങ്ങൾ കൊണ്ടാടിയത് ഇവിടെ ഒരു മാധ്യമത്തിൽ പോയിട്ട് ഇതേപോലെ പറഞ്ഞു. ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ട് മാപ്പിരക്കുന്നു. ഇപ്പൊ ആ മാധ്യമത്തെ കുറ്റം പറയുന്നു, മാധ്യമം അവരെ കുറ്റം പറയുന്നു. ഇത്തരത്തിലേക്ക് ചർച്ചകൾ മാറ്റുന്നു. ഗണേഷ്, ചർച്ച മാറ്റുന്ന നിങ്ങളാണ് ഗണേഷ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഫോർ സെയിൽ ബോർഡ് ലക്ഷദ്വീപ് നിങ്ങൾ വിൽപ്പനക്ക് വെച്ചു. അതിനെ കുറിച്ച് മറുപടി ഇതാ. ഐഷ സുൽത്താനയുടെ വാക്കിൽ കയറി പിടിക്കല്ലേ. ഒരു സ്ത്രീയുടെ നിങ്ങളോട് ലജ്ജ തോന്നുന്നു എനിക്ക്. എല്ലാവർക്കും പറയാനുള്ള ഒരൊറ്റ വാക്ക്, ബയോവെപ്പൺ, ബയോവെപ്പൺ, ബയോവെപ്പൺ. നിങ്ങൾ ഡെവലപ്മെന്റ് സംസാരിക്കൂ, നിങ്ങൾ പുരോഗമനം സംസാരിക്കൂ. ഐ ചലഞ്ച് ചെയ്യൂ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ധൈര്യമുണ്ടോ? ഡെവലപ്മെന്റ് സംസാരിക്കൂ. ഈ അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുവന്ന 5 റെഗുലേഷനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. ഇപ്പൊ ഞങ്ങളുടെ ലക്ഷദ്വീപിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ investindia.government.in എന്നിൽ നിങ്ങൾ ലക്ഷദ്വീപിനെ വിൽക്കാൻ പറ്റ ബോർഡിനെ കുറിച്ച് സംസാരിക്കൂ. അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കിയ പുരോഗമനത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കിയ റൂൾസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. ഇവിടെ എല്ലാവരും തിരക്കുള്ളവരാണ്. ഈ മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ പുരോഗമനത്തെ കുറിച്ച് സംസാരിക്കുക. നിങ്ങളുടെ BJP വിട്ട ഈ പ്രഫുൽ ഗോഡ പട്ടേൽ എന്തിനാണ് ജനപ്രതിനിധികളെ ഭയക്കുന്നത്? അദ്ദേഹത്തിനെ കണ്ടാൽ സാർ സാർ എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലല്ലാതെ ഒരൊറ്റ ജനപ്രതിനിധിയുടെ മുമ്പിൽ, ഞങ്ങളുടെ MP-യുടെ മുമ്പിൽ, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുമ്പിൽ, ജനപ്രതിനിധികളുടെ മുമ്പിൽ അദ്ദേഹം ഹാജരായിട്ടില്ല. അദ്ദേഹത്തിനെ വിളിച്ച 4, 3, 7 പേരുള്ള രാജിവച്ച് തീർന്ന് ഇനി ആകെ 3 പേരേ ഉള്ളൂ. ആ 3 പേരെ വിളിച്ചു, സംസാരിച്ചു. 8 മിനിറ്റ്, കേവലം 8 മിനിറ്റ്. അവിടെ എൻട്രൻസ് പോകുന്ന സമയത്തും എക്സിറ്റ് അടിക്കുന്ന സമയത്തും നിങ്ങൾ സമയം നോക്കിയാൽ മനസ്സിലാവും. BJP-യോട് അദ്ദേഹം മുഖത്ത് നോക്കി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ലക്ഷദ്വീപിലെ BJP വളർത്താനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കേന്ദ്ര സർക്കാർ വിട്ടിരിക്കുന്ന ലക്ഷദ്വീപിന്റെ ഡെവലപ്മെന്റ് ആണ്, അത് ഞാൻ ചെയ്യും. BJP എന്നുള്ള ഹുങ്കിൽ എന്നോട് സംസാരിക്കരുതെന്ന് അദ്ദേഹം പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് ആണ് അടിസ്ഥാനം. സംസാരിക്കൂ ഗണേഷ്. ഗണേഷ് ഒരു ഡെവലപ്മെന്റ് പറയൂ ഗണേഷ്. ഈ പ്രഫുൽ ഗോഡ പട്ടേൽ വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു പുരോഗമനം നിങ്ങൾ പറയൂ. ഞങ്ങൾക്ക് കണ്ടില്ല ആ പുരോഗമനം. താങ്കൾ പറയൂ, ഒരു പുരോഗമനം പറയൂ. ബയോവെപ്പൺ എന്ന അട്ടയെ പോലെ കടിച്ചു നിന്നാലേ നിങ്ങൾ ഡെവലപ്മെന്റ് സംസാരിക്കൂ. അത് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യുന്ന എന്ത് അജണ്ട മിസ്റ്റർ? നിങ്ങൾ അജണ്ട ആര് കണ്ടുപിടിച്ചാണ് ഈ അജണ്ട? തരത്തിലുള്ള കാര്യങ്ങളല്ല. ഏതൊരു സിനിമയിൽ, ബാലേട്ടൻ സിനിമയിൽ ജോലി പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ് ഉദ്ദേശം. അത് നടപ്പിലാക്കാൻ തന്നെയാണ്. ഗണേഷ് ഒരു കാര്യം പറയൂ. ഗണേഷ് നിങ്ങൾ ലക്ഷദ്വീപിൽ ചെയ്ത ഒരു കാര്യം, ഒരൊറ്റ കാര്യം പറയൂ ഗണേഷ്. ചർച്ചകൾക്ക് ഗണേഷ് ഒരു കാര്യം പറയൂ. നടപടിക്രമങ്ങളുണ്ട്. ഗണേഷ് നിങ്ങൾ BJP എത്ര തവണ പറഞ്ഞത് ഗണേഷ്? അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് എന്ത് നടപടിക്രമം, എന്ത് നടത്തുന്നത് മുന്നോട്ട് പോകൂ എന്ന് അവിടുത്തെ BJP നേതാക്കളോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗണേഷ് ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്ലീസ് ഒരു ചോദ്യം കേൾക്കൂ. ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനുള്ള ഒരു ഒറ്റ വാചകത്തിലുള്ള മറുപടി. എന്ത് ഡെവലപ്മെന്റ് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്? പേടിച്ചു പോവുകയല്ല. ഒരു മിനിറ്റ് എനിക്ക് അതിനകത്ത് ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ നേരിട്ട് മുന്നോട്ട് പോകാനാണ്. ഓക്കെ, സമ്മതിച്ചു. ഗണേശ്, എന്ത് ഡെവലപ്മെന്റ് ആണ്? ഒരു വാചകത്തിൽ ഒരു ഡെവലപ്മെന്റ് പദ്ധതിയെ കുറിച്ച് പറയാമോ?
നമ്മുടെ നാട്ടിൽ സ്പീഡ് റെയിലിന്റെ കാര്യം വരുന്നു. വലിയ ആശങ്കയുണ്ട് ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ട്. വീടുകൾ പോകുന്ന ആശങ്കയുണ്ട് ജനങ്ങൾക്ക്. സ്പീഡ് റെയിലിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പല ആളുകൾക്കും ഈ സ്ഥലം പോകുന്ന ആളുകൾക്ക് ആശങ്കയുണ്ട്. പക്ഷേ അപ്പോ ഈ ആശങ്ക പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറാവും. അത് ഏത് സർക്കാരുകളാണെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ നാട്ടിലുള്ള വികസനങ്ങളും നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മളെല്ലാവരും കണ്ടത് അവിടെ എന്ത് വികസനമാണ്? ഇങ്ങനെ ജനങ്ങളുടെ ആശങ്ക അവിടെ നിൽക്കട്ടെ, ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും. താങ്കൾ പറഞ്ഞു അവിടെ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ടിനെ കുറിച്ച് കൃത്യമായ ഗണേശന് അറിയാമോ? അങ്ങനെ എന്തെങ്കിലും ഡെവലപ്മെന്റ് പ്രൊജക്ട് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടോ പ്രഫുൽ ഖോഡ പട്ടേൽ? അത് തന്നെയാണ് ജനങ്ങളുടെ അവിടുത്തെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുള്ള വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ലേ? അത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നിട്ടില്ലേ? അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. ഈ പ്രപ്പോസ് ചെയ്തേക്കുന്ന ഡെവലപ്മെന്റ്സ് എന്താണെന്നറിയോ സർ? അതായത് LDAR എന്ന് പറഞ്ഞ റെഗുലേഷനകത്ത് ക്ലിയർ ആയിട്ട് ഡെവലപ്മെന്റ് എന്താണെന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ആണ് ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ ഉണ്ടാക്കി പറയുന്ന പ്രശ്നങ്ങളല്ല ഇത്. LDARനകത്ത് ഡെവലപ്മെന്റ് എന്നും പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് മൈനിങ്, ക്വേറിയിങ്, ബിൽഡിങ്സ്, എഞ്ചിനീയറിംഗ്, നാഷണൽ ഹൈവേസ്, റെയിൽവേസ്, ട്രാംവേസ് എന്നൊക്കെയാണ്. ഈ 32 സ്ക്വയർ കിലോമീറ്റേഴ്സ് മൊത്തം ഏരിയ ഉള്ള സ്ഥലത്തോ എന്തെങ്കിലും ലോജിക്കോ എന്തെങ്കിലും എക്കോളജിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടാണോ ഇങ്ങനത്തെ ഡെവലപ്മെന്റ്സ് പ്രപ്പോസ് ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ പറയുന്ന ഒരു ന്യായം, അതായത് 73 years ആയിട്ട് ലക്ഷദ്വീപിൽ ഡെവലപ്മെന്റ് ഒന്നും നടന്നിട്ടില്ല എന്ന്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ UNDP പ്രകാരം 4th ആണ് ലക്ഷദ്വീപ് നിൽക്കുന്നത്. ഞങ്ങളുടെ ലിറ്ററസി റേറ്റ് വളരെ ഹൈ ആണ്. ഞങ്ങളുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ ലോ ആണ്. ഞങ്ങൾക്ക് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡെവലപ്മെന്റ് ആവശ്യമുണ്ട് ഇനിയും. പക്ഷെ ആ ഡെവലപ്മെന്റ് ഒരിക്കലും ഈ LDAR പോലത്തെ ഡ്രാഫ്റ്റ്സ് പ്രപ്പോസ് ചെയ്യുന്ന ഡെവലപ്മെന്റ്സ് ആയിരിക്കരുത്. ആണ്. കാരണം വേറൊരു പ്രശ്നം സാറ് പറഞ്ഞ പോലെ ഈ ഹൈസ്പീഡ് പറയുന്നത് ദാമൻ ഡ്യൂല് അദ്ദേഹം അത് നടപ്പാക്കി, അവിടെ വലിയ ക്ലാഷ് ഉണ്ടായി. അതെ, നടപ്പാക്കി എടുക്കാൻ പ്രഫുൽ ഖോഡ പട്ടേലിന് കഴിഞ്ഞു. ലക്ഷദ്വീപിൽ നിന്ന് പക്ഷേ ഇത്തരം ഒരു പ്രതിഷേധം തുടക്കത്തിൽ അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഈ സാറ് പറഞ്ഞു ആൾക്കാർക്ക് പേടി ഉണ്ടാവും ലാൻഡ് പോകുന്നുള്ളത്. പക്ഷെ ഈ LDARന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ സാധാരണ ലാൻഡ് അക്വിസിഷൻ ആക്ട് പോലെയല്ല, റീഹാബിലിറ്റേഷനും റീസെറ്റിൽമെന്റിനെയും കുറിച്ചൊന്നും ഈ ആക്ട് ഈ റെഗുലേഷൻ സംസാരിക്കുന്നേ ഇല്ല. അതായത് ആൾക്കാർ ലാൻഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, എവിക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് കോമ്പൻസേഷൻ കിട്ടുമോ, അവരെ ഡിസ്പ്ലേസ് അവരെ റീസെറ്റിൽ ചെയ്യോ റീഹാബിലിറ്റേറ്റ് ചെയ്യോ എന്നൊന്നും ഈ റെഗുലേഷൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ പറയാണ് ആൾക്കാരുടെ ലാൻഡിനൊന്നും ബാധിക്കില്ല, ആൾക്കാർക്ക് മോശമായിട്ടുള്ള കാര്യം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ ഈ ഡ്രാഫ്റ്റ് പിൻവലിച്ചാൽ പോരെ? അപ്പൊ ഞങ്ങൾ വിശ്വസിക്കും. ഈ ഡ്രാഫ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇത് അങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ എന്ത് വെറുതെ വാക്ക് പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഗണേശ് പറഞ്ഞ പോലെ ഫസീല, കഴിഞ്ഞ ദിവസം BJP നേതാക്കളുമായി ചർച്ച നടത്തിയോണ്ടായിരിക്കും ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പെട്ടെന്ന് നിർത്തിവെച്ചത്. അല്ല, അത് തുടങ്ങി അത് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ജസ്റ്ററായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ കൊടി കുത്തിയത് അവിടുത്തെ മജിസ്ട്രേറ്റ് ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡ്രാഫ്റ്റിന് എന്ത് മേടിക്കണം. ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗർഭിണിയാണ്. ആ ഗർഭിണി 9 മാസം കഴിയുമ്പോൾ പ്രസവിക്കും. അതെല്ലാവർക്കും അറിയാം. ഈ ഡ്രാഫ്റ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ ഇടയിൽ അബോർഷൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ ഡ്രാഫ്റ്റ് പ്രകാരമാണെങ്കിൽ നിങ്ങൾ കൊടി കുത്തിയില്ലേ 3 ദിവസം മുമ്പ്? ആ കൊടി നാണം കെട്ടിട്ട് നിങ്ങൾക്ക് ഇന്ന് ആ കൊടി അവിടുത്തെ മജിസ്ട്രേറ്റുമാരും ഭൂ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ടിട്ട് ആ കൊടി കുത്തിയ കൊടി നിങ്ങൾ തന്നെ അഴിച്ചു മാറ്റിയിട്ടില്ലേ? നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് MP-മാരുടെ വരവിനെ തടഞ്ഞില്ലേ? ഇന്ന് എറണാകുളത്തിലെ MP ഹൈബിയുടെ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റർ? ഞങ്ങൾ അങ്ങനെ എതിർത്തിട്ടേ ഇല്ല. കോവിഡ് മാനദണ്ഡം എന്താ? പ്രഫുൽ പട്ടേലിന്റെ കൂടെ ഞങ്ങളുടെ ലക്ഷദ്വീപിനെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർക്കും ബാധകമില്ലേ? കോവിഡ് എന്താ ഇവരെ ഭയക്കുന്നോ? പിള്ളേർ ട്രോളുന്നത് എന്താണ്? കോവിഡ് മനുഷ്യ ശരീരത്തിൽ എഫക്ട് ചെയ്യുള്ളൂ, ഇവരെ എഫക്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ദ്വീപിലൊക്കെ ഇപ്പോൾ ട്രോളന്മാർ പറയുന്നത്. അപ്പൊ മറുപടി ഇവര് നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഭൂമിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ കവരത്തി മിനിക്കോയ് ആശുപത്രികളുടെ നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. കവരത്തിയിൽ നഴ്സിംഗ് കോളേജ്, കവരത്തിയിൽ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മറൈൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കായി മിനിക്കോയിൽ ITI,
ഇങ്ങനെ പിന്നെ അതുപോലെ ടൂറിസം വിപുലീകരണം, അതേപോലെ അഴിമതി കുറച്ചു നിൽക്കും. ടൂറിസ്റ്റ് സീസൺ തുറക്കുമ്പോൾ സ്പോർട്സിൽ നിന്ന് പിരിച്ചുവിട്ട കരാർ തൊഴിലാളികൾ തിരിച്ചെടുക്കും. സ്ഥിരം പോസ്റ്റിൽ നിന്ന് MSc-മാരെ പിരിച്ചുവിട്ടിട്ടില്ല. എൻവയോൺമെന്റ് വാച്ചർമാരെ ഒക്ടോബറിൽ തിരിച്ചെടുക്കും. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം ഈ BJP-യുമായി നടത്തിയ ചർച്ചയിൽ, കാരണം ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് തന്നെയാണ് BJP-യുടെ നിലപാട്. അത് ആദ്യമേ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവുമായി ഞങ്ങൾ ചർച്ച നടത്തിയത്. ജനാധിപത്യ രീതിയിൽ ചർച്ചകൾ തുടരുന്നത്, ജനാധിപത്യ രീതിയിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടാണ് അവിടെ നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ടൂറിസം മേഖലയിലായാലും മറ്റുള്ള മേഖലയിലായാലും നടപ്പിലാക്കുകയുള്ളൂ എന്ന് തന്നെയാണ്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന MP-മാരെ കുറിച്ചാണോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും പല അജണ്ടകളും ഉണ്ട്. ഇതിന് പിന്നിൽ, ഈ സമരത്തിന് പിന്നിൽ പല അജണ്ടകളും ഉണ്ട്. നിങ്ങൾ ആദ്യം തുടക്കം തന്നെ ഞാൻ ചോദിക്കട്ടെ, വികസനത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിൽ തന്നെ ചർച്ച ചെയ്യുമായിരുന്നു. വികസനത്തെ കുറിച്ച് മാത്രമായിരുന്നില്ല. നിങ്ങൾ അപ്പോഴും കാവ്യവൽക്കരണം എന്നുള്ള ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് ഇപ്പോഴും റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്ന ദൃശ്യം നോക്കൂ. എഡിറ്റ് ചെയ്താണോ നികേഷ്? നിങ്ങൾ എഡിറ്റ് ചെയ്താണോ ഈ കാവ്യമൊക്കെ? ചർച്ചകൾ കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിങ്ങൾ ശരിയായ ജനാധിപത്യ രീതിയിൽ ഈ വികസനം എന്ന് പറയുന്ന അജണ്ട വെച്ചിട്ടാണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെങ്കിൽ അങ്ങനെയല്ല ചർച്ച ചെയ്തത്. നിങ്ങൾ അപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ശരി, അഡ്വക്കേറ്റ് അക്ബർ കരീം, നോക്കൂ, ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള അഭിഭാഷകർ ഒത്തിട്ടാണോ ആയിഷ അങ്ങോട്ടേക്ക് പോവുക, അതോ അവിടെയുള്ള അഭിഭാഷകരാണോ ഹാജരാവുക? ഇന്ന് ലക്ഷദ്വീപ് അഭിഭാഷകരുടെ സാന്നിധ്യത്തിലെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് CRPC 41 പ്രകാരം അതിനുള്ള അവകാശം ഐഷാക്കുണ്ട്. പക്ഷേ ഇന്ന് സീനിയർ കൗൺസിൽ കോടതിയിൽ പെർമിഷൻ സീക്ക് ചെയ്തപ്പോൾ ലക്ഷദ്വീപിൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള വക്കീൽ പറഞ്ഞു ഐഷാക്ക് മാത്രമേ എക്സംഷൻ ഉള്ളൂ അങ്ങനെ ക്വാറന്റൈൻ ഇല്ലാതെ പോകാനായിട്ട്, മറ്റാളുകളെ അവർ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഈ 7 days ക്വാറന്റൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇവിടുന്ന് പോകാനായിട്ട് പറയുന്നുള്ളൂ. നമ്മൾ അതിനുവേണ്ടി ഒരു അപേക്ഷ സ്വാഭാവികമായിട്ടും ഐഷയ്ക്കൊപ്പം ഉണ്ടാവുക. ലക്ഷദ്വീപിൽ നിന്നൊരു അപേക്ഷ വേറെ ഉണ്ട്, ഒന്നില്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കും. പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്, കിട്ടിയാൽ പോകുന്നതായിരിക്കും. ഫസീല, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബാക്കി നടപടികൾ ഇപ്പോൾ കൃഷ്ണരാജിൻ്റെയൊക്കെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഇതിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, ഇതിൽ വേറൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അതായത് ഐഷ നാടിന് വേണ്ടിയിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയിൽ ഐഷയുടെ വായിന്ന് ഒരു വാക്ക് വീണു. അതിവർ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് സെഡിഷൻ കേസായിട്ട് യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ അതിന് പുറമെ ഇങ്ങനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്ത് മലൈൻ ചെയ്ത് ഐഷനെ ട്രോമയിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഇതാണ് കാണുന്നത്. പക്ഷെ അത് ഈ ഒരു ഫാക്ഷൻ്റെ ഒരു അജണ്ട എപ്പോഴും അങ്ങനെ തന്നെയാണ്. വോയിസ് റേസ് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ അടിച്ചമർത്തുക എന്നുള്ള ഒരു അജണ്ടയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഐഷ അത് ഇങ്ങനെ ബൗ ഡൗൺ ചെയ്ത് എടുക്കൂ എന്നുള്ളത്. Because I think she is going to fight back on this. ഈ പറയുന്ന ബംഗ്ലാദേശിൽ ജനനം, പാകിസ്ഥാനിൽ വിദ്യാഭ്യാസം മാത്രമല്ല, അതിന്റെയും വേറൊരു എക്സ്റ്റെന്റിലൊക്കെയുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതെ, അത് നമ്മൾ ഇപ്പം ഈ 2016 മുതൽ ഉള്ള നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഡേറ്റാസ് നോക്കുവാണെങ്കിൽ സെഡിഷൻ കേസസിൻ്റെ ഫയലിങ്ങിൽ തന്നെ ഭയങ്കര ഒരു ഹൈ റേറ്റ് ഓഫ് ഇൻക്രീസ് ആ പെർസെൻറ്റേജിൻ്റെ. പക്ഷേ അതിൻ്റെ എന്താ പറയുക, പ്രോസിക്യൂഷൻ്റെ പെർസെൻറ്റേജ് വളരെ ലോ ആണ്. അപ്പോൾ ഇത് ഓൾ അക്രോസ് ഇന്ത്യ ഇതൊരു വോയിസിനെ സപ്രസ് ചെയ്യാനുള്ള ഒരു ഇതായിട്ട് സെഡിഷൻ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എപ്പോഴും. പിന്നെ ഈ ഒരു ആയിട്ടുള്ള അറ്റാക്സ്, അതും വേറൊരു വേ ഓഫ് ഇനി ഐഷ സംസാരിക്കരുത് എന്നുള്ളൊരു ഇതിലാണ്. ഇഫ് യു ടോക്ക് ഞങ്ങൾ ഡിഫെയിം ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു അജണ്ടയാണ് ഇത്. CAA കാര്യത്തില് 3 പെൺകുട്ടികൾക്ക്, 3 വിദ്യാർത്ഥിനികൾക്ക് ദില്ലി ഹൈക്കോടതി ജാമ്യം കൊടുത്തു. പക്ഷെ അവരുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഇന്ന് വൈകുന്നേരം ഏതാണ്ട് ഒരു 6 മണി വരെ തിഹാർ ജയിലിൽ കിടത്തിയിരിക്കുകയാണ്. പരമാവധി കിടത്താനുള്ളൊരു ശ്രമം നടത്തി നോക്കിയിരുന്നു, പക്ഷേ കോടതി അത് വിട്ടില്ല. കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് വിട്ടത് എന്നതുപോലെ തന്നെയാണ്. ഒരു രാജ്യദ്രോഹ കുറ്റം മാത്രമല്ല ഐഷയുടെ പുറത്തുള്ളത്, ബാക്കി ഏതൊക്കെ തരത്തിൽ പേഴ്സണലായി മലീമസമാക്കാമോ ഐഷയുടെ എല്ലാവിധ അഡ്രസ്സും ഐഷാനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് കേരള സമൂഹത്തിന് അറിയാവുന്നതാണ്. ലക്ഷദ്വീപിലുള്ളവർക്കും ഈ പറയുന്ന കുപ്രചാരണം ഒന്നും ഏൽക്കാൻ പോകുന്നില്ല.
പകരം ഇത് ആരാ ചെയ്തതെന്നുള്ളത് എന്തായാലും നമ്മൾ പോലീസ് വഴി തന്നെ, കേരള പോലീസ് വഴി തന്നെ കണ്ടുപിടിക്കാൻ. കേരളത്തിൽ നിന്ന് തന്നെയാണോ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? അത് എവിടെ അത് അറിയാൻ പറ്റുന്നില്ല. അതിപ്പോ വിക്കി മീഡിയ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ്, വിക്കിപീഡിയ എന്ന് പറഞ്ഞിട്ട് 2 സൈറ്റുകളിൽ ആ നിലയിൽ കണ്ടത്. അത് വളരെ ശക്തമായിട്ടുള്ള സൈബർ സെല്ല് ഉള്ളതാണ് ഇവർക്ക്. പിന്നെ ഈ അഡ്വക്കേറ്റ് പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, അദ്ദേഹം വേറെ എന്തോ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇത് അദ്ദേഹം വലിയൊരു എന്താ പറയുക ഒരു വലിയ വർഗീയവാദിയാണെന്ന് അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കാര്യം മൂപ്പര് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിന്റെ പുറകിൽ നിന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ ബാർ കൗൺസിലിലും ഒരു പരാതി കൊടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു വക്കീല് എന്നുള്ള നിലക്ക് കേസ് വരുന്നതിന് മുമ്പ് തന്നെ ആയിഷാനെ കുറിച്ച് എല്ലാം ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം തന്നെയാണ് കോടതിയിൽ വന്ന് വാദിക്കുന്നതും. അതും വക്കീലായിട്ടുള്ള പുള്ളിയുടെ കക്ഷിയുണ്ട്, ഈ അനൂപ് എന്ന് പറയുന്ന അല്ല പ്രതീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ഒരിക്കലും ഒരു പെറ്റീഷനിൽ പോലും സൈൻ ചെയ്തിട്ടില്ല. ഇദ്ദേഹം വന്നിട്ട് വാദിക്കുന്നത് മുഴുവൻ ഇത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വാദിക്കുന്നത്. ശരി, ഓക്കെ, വളരെ നന്ദി ആയിഷ സുൽത്താൻ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് അക്ബർ കരീം, അഡ്വക്കേറ്റ് ഫസീല, അൽതാഫ്, ഒപ്പം തന്നെ ശ്രീ ഗണേഷ്, മുഹമ്മദ് ഫൈസൽ MP. ഇട്ടേഴ്സ് അവർ സഹായിച്ചതിന് നന്ദി, നമസ്കാരം.